പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ഗോപുരത്തിന് വെളിയിൽ ഇരിക്കുന്ന കൊട്ടാരമാണ് ശ്രീപാദത്ത് കണ്ട് കൊണ്ടേടത്ത് കോയിക്കൽ എന്നറിയപ്പെടുന്ന കൊട്ടാരം. അത് 14-ാം നൂറ്റാണ്ട് തൊട്ട് നമുക്ക് ഈ കൊട്ടാരക്കെട്ടിൻ്റെ ചില സ്ട്രക്ചേഴ്സ് അവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധമായി ധാരാളം കൊട്ടാരക്കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനെ പൊതുവെ വലിയ കൊട്ടാര അല്ലെങ്കിൽ വലിയ കൊട്ടാരം കെട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ഒക്കെ തുടങ്ങുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പെരുമാൾ കൊട്ടാരം എന്ന് പറയുന്ന ഒരു ചെറിയ കെട്ടിൽ നിന്ന് പല രാജാക്കന്മാർ പല കാലഘട്ടത്തിൽ ചേർത്തിട്ടുള്ള അഡിഷൻസ് വളർന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ കൊട്ടാരം എന്ന് പറയുന്ന ഒരു വാസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ വലിയ കൊട്ടാരം കോംപ്ലക്സിൽ പല കൊട്ടാരങ്ങളും ഇന്ന് മ്യൂസിയങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കുതിരമാളിക കൊട്ടാരം, പുത്തൻ മാളിക എന്നും പറയുന്ന കുതിരമാളിക കൊട്ടാരമുണ്ട്. അതുപോലെ തന്നെ അത് സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ച കൊട്ടാരമാണ്. അതുപോലെ തന്നെ രംഗവിലാസം കൊട്ടാരം, അതും സ്വാതി തിരുനാൾ ഇളയരാജാവായിരുന്നപ്പോൾ താമസിച്ചിരുന്ന കൊട്ടാരമാണ്. അവിടെയും ഒരു മ്യൂസിയം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കൃഷ്ണവിലാസം ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പണി കഴിപ്പിച്ച് താമസിച്ചിരുന്ന കൊട്ടാരമാണ്. അതിന് പടിഞ്ഞാറ് വശത്ത് അനന്തവിലാസം കൊട്ടാരം, അത് വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് 5 വർഷമാണ് അദ്ദേഹം ഭരിച്ച 1800 മുതൽ 1885 വരെ അദ്ദേഹം താമസിച്ചിരുന്ന അനന്തവിലാസം കൊട്ടാരം. ഇത് കൂടാതെ വലുതും ചെറുതുമായിട്ടുള്ള പല കെട്ടിടങ്ങളും നിർമ്മിതികളും നമുക്ക് ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാണാൻ കഴിയുന്നതാണ്. ഈ പെരുമാൾ കൊട്ടാരം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ കെട്ടിയ ഒരു കൺസ്ട്രക്ഷനാണ്. ഇതിൽ കൃഷ്ണവിലാസം എന്ന് പറയുന്നതൊക്കെ ഒരു ലേറ്റ് 19th സെഞ്ച്വറി വരുന്ന കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അത്രയും ഒരു ടൈം സ്പാനിനുള്ളിൽ ഈ കൊട്ടാരക്കെട്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഈ കൊട്ടാരക്കെട്ട് പലരും ആഡ് ഓൺ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് കൂടാതെ ചില അതിപുരാതനങ്ങളായ കൊട്ടാരങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമുക്ക് ഇന്നും കാണാൻ കഴിയും. അതിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴയ കൊട്ടാരം ശ്രീപാദം കൊട്ടാരം എന്നറിയപ്പെടുന്നത്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ഗോപുരത്തിന് വെളിയിൽ ഇരിക്കുന്ന കൊട്ടാരമാണ് ശ്രീപാദത്ത് കണ്ട് കൊണ്ടേടത്ത് കോയിക്കൽ എന്നറിയപ്പെടുന്ന കൊട്ടാരം. അത് 14-ാം നൂറ്റാണ്ട് തൊട്ട് നമുക്ക് ഈ കൊട്ടാരക്കെട്ടിൻ്റെ ചില സ്ട്രക്ചേഴ്സ് അവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ ഒരു 4 കെട്ടും അതിനോടനുബന്ധമായിട്ട് ഒരു തീർത്ഥവും ഉള്ളതായിട്ട് നമുക്ക് കാണാം. 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന അനന്തപുര വർണ്ണനത്തിലും ശ്രീപാദ തീർത്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്നും നമ്മൾ ശ്രീപാദം കൊട്ടാരത്തിനുള്ളിൽ കാണുന്ന ആ കുളം തന്നെയാണ് എന്നാണ് വിശ്വാസം. ഈ കുളത്തിന് മുൻവശത്തായി, അതായത് ഈ പഴയ 4 കെട്ടിന് കിഴക്ക് ഭാഗത്തായിട്ട് ഇന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിനടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നേരെ കാണുന്നത് ശ്രീപാദം മാളികയാണ്. ശ്രീപാദം മാളിക കൊളോണിയൽ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു 2 നില മാളികയാണ്. അതിനൊരു പ്രത്യേകതയുള്ളത്, കോട്ടയ്ക്കകത്ത് ആദ്യമായിട്ട് വന്ന കൊളോണിയൽ ശൈലിയിലുള്ള കൺസ്ട്രക്ഷൻസിൽ ഒന്നാണ് ഈ ശ്രീപാദം മാളിക. ശ്രീപാദം മാളികയോട് അതേ സമയം തന്നെ വേറെ ഒരു മാളിക കൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് വലിയ കൊട്ടാരം കോംപ്ലക്സിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നുമുണ്ട്. കുഴിമാളിക എന്ന് പറയുന്ന കെട്ടിടമാണ്. അതേ കാലഘട്ടത്ത് തന്നെ വടക്ക് ഭാഗത്ത് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന കെട്ടിടമാണ് ഈ ശ്രീപാദം മാളിക. അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നത് 1818-ലാണ്. ഈ മാളികയെക്കുറിച്ച് പറയുമ്പോൾ പല പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളും അവിടെ താമസിക്കുന്നതായിട്ടും ഈ മാളികയും അതിനോടനുബന്ധമായിട്ടുള്ള കെട്ടുകളിലും താമസിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. 19-ാം നൂറ്റാണ്ടിൽ രാജാ രവിവർമ്മ, ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരൻ ആയ രാജാ രവിവർമ്മ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ മൂടത്ത് മഠം, അതിൽ കിളിമാനൂർ മൂടത്ത് മഠം എന്ന് പറയുന്ന കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പ്രസിദ്ധനായ ചിത്രകാരനായി മാറി
890കളിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ അന്നത്തെ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന് ശ്രീപാദത്ത് കൃഷ്ണവിലാസം എന്നു പേരുള്ള ഒരു കെട്ടിടം താമസിക്കാനായിട്ട് കൊടുക്കുന്നു. അത് ഈ പറഞ്ഞ കൃഷ്ണവിലാസം കെട്ട് വരുന്നത് ശ്രീപാദം പാലസിനോട് ചേർന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഒരു പഴയകാല പ്രസിദ്ധനായിട്ടുള്ള ഒരു അമച്ച ഫോട്ടോഗ്രാഫറായിരുന്ന മാർത്താണ്ഡവർമ്മ, അശ്വതി തിരുനാൾ മാർത്താണ്ഡവർമ്മ, അദ്ദേഹത്തെ BA പ്രിൻസ് എന്നും വിളിക്കാറുണ്ട്. കാരണം ഇന്ത്യയിലെ റോയൽ ഫാമിലി മെമ്പേഴ്സിലെ ആദ്യത്തെ ഗ്രാജുവേറ്റാണ് അദ്ദേഹം. അദ്ദേഹവും ശ്രീപാദം മാളികയിൽ താമസിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. ശ്രീപാദം കൊട്ടാരത്തിനുള്ള ഒരു പ്രത്യേകത, 18ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് അനക്സ് ചെയ്തതിന് ശേഷം അവിടുത്തെ പെൺവഴി തമ്പുരാക്കന്മാർക്ക്, ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ സ്ഥാനം ഉള്ള തമ്പുരാക്കന്മാർ അവർ താമസിച്ചിരുന്നതും ഈ ശ്രീപാദം കൊട്ടാരത്തിലായിരുന്നു. ഇന്ന് കോട്ടയ്ക്കകത്ത് കാണുന്ന പുരാതനമായ കൊട്ടാരങ്ങളിൽ ശ്രീപാദം കൊട്ടാരവുമായിട്ട് അനുബന്ധിച്ച് എന്നാൽ ഇന്ന് നിലവിലില്ലാത്ത ചില പഴയ കൊട്ടാരങ്ങളെക്കുറിച്ച് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ട് കരിപ്പുകോയിക്കൽ എന്നു പേരുള്ള ഒരു അതിപുരാതനമായ കൊട്ടാരം നിലനിന്നിരുന്നു. അതൊന്നില്ല. തിരുമാടമ്പ് അടിയന്തരം നടന്നിരുന്നത് കരിപ്പുകോയിക്കൽ കൊട്ടാരത്തിലാണ്. നമുക്ക് ഏകദേശം ഒരു 15-16 നൂറ്റാണ്ടുകളിലെ റെക്കോർഡ്സിലൊക്കെ കരിപ്പുകോയിക്കൽ കൊട്ടാരം നിലനിൽക്കുന്നതായിട്ടും ഉപയോഗിക്കുന്നതായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് പ്രൊസഷൻസ് പോകുമ്പോൾ റോയൽ ഫാമിലി മെമ്പേഴ്സ് ഈ കരിപ്പുകോയിക്കലിൻ്റെ നടയിൽ വെച്ച് ഓഫറിങ്സ് പത്മനാഭസ്വാമിക്ക് കൊടുക്കുന്നതായിട്ടുമുള്ള റെക്കോർഡ്സ് കാണാൻ കഴിയും. കരിപ്പുകോയിക്കൽ കൊട്ടാരം പോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അടുത്ത് ബന്ധമുള്ള വേറെ 2 കൊട്ടാരങ്ങളുടെ പേരുകൾ കൂടെ നമുക്ക് റെക്കോർഡ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിലെ ഏറ്റവും പുരാതനമായ കൊട്ടാരം പുല്ലുകോട്ട് കോയിക്കൽ എന്ന പേരുള്ള ഒരു കൊട്ടാരമാണ്. അത് ഏകദേശം 1335 മുതൽക്കുള്ള റെക്കോർഡ്സിൽ നിന്ന് ആ കൊട്ടാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിന് വെളിയിലായിട്ട് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ കൊട്ടാരം 1675 ഒരു തീപിടുത്തത്തിൽ നശിച്ചതായിട്ടും കാണാം. ഇതിനടുത്ത് തന്നെ കുളത്തൂർ വീട്ടുകോയിക്കൽ എന്ന് പറയുന്ന ഒരു പഴയ കെട്ടിടവും നമുക്ക് റെക്കോർഡ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ശങ്കരനാരായണ മാർത്താണ്ഡൻ തിരുമഠം എന്ന് പറയുന്ന ഒരു മഠം, അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിൽ വരുന്ന 6 മഠങ്ങളിൽ ഒരു മഠമാണ്. പക്ഷേ ഈ മഠത്തിനുള്ള ഒരു പ്രത്യേകത, റോയൽ ഫാമിലി മെമ്പേഴ്സ് അവിടെ താമസിക്കുന്നതായിട്ടും ഉള്ള റെക്കോർഡ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പുല്ലുകോട്ട് കോയിക്കൽ, കുളത്തൂർ വീട്ടുകോയിക്കൽ, ശങ്കരനാരായണ മാർത്താണ്ഡൻ തിരുമഠം പോലെയുള്ള പുരാതനങ്ങളായിട്ടുള്ള കൊട്ടാരക്കെട്ടുകളും വലിയ കൊട്ടാരം കെട്ടിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്.